എന്തടി ഇവിടെ നിന്ന് പഠിക്കണേ? അപ്പച്ചിരെ കൺവെട്ടത്ത് ഞാൻ കൂടെ മാറിയിരിക്കണ പോ. അതെന്ത്? അതെന്തെന്നാ, അപ്പച്ചിരെ കലിപ്പ് മോഡ് ഓണാണ്. എന്നെ എങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ തീർക്കും. ഒരു ചായ ചോദിച്ചതേ ഉള്ളൂ, എന്റെ അടുത്ത് കയറി അവള് ചൂടായിരിക്കുന്നു. അപ്പുവിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട? ഓ എന്റെ പൊന്നപ്പു, അപ്പച്ചി ഒരു അഹങ്കാരിയായി മാറിയിരിക്കാണ്. ആരടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് ഒരു ബോധമില്ല. ഈ ചിന്നുവിനെ ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഈ രാമൻ. അത് ശരിയാണ്. അല്ല, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു തീർക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ്? എന്തോ ഇത് ഇങ്ങനെ വിട്ടാൽ കൊള്ളൂലല്ലേ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അപ്പൊ എന്ത് ചെയ്യാൻ പോണെന്ന്? ആ കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഇത് വലിയ കഷ്ടമായല്ലോ. അപ്പച്ചി രാമങ്ങളും തമ്മിലുള്ള പ്രശ്നം തീർന്നാലും ഉണ്ണിയപ്പം ഇപ്പൊ ഉണ്ടാകാൻ പോണ പ്രശ്നം തീരുല്ലെന്നാണ് തോന്നുന്നത്. ഇടപെട്ടേ പറ്റൂ. അപ്പോ അങ്കിളെ, അങ്കിളെ, അങ്കിൾ ഇവിടെ വന്ന് കിടക്കടാ. അവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്തോന്ന് അങ്കിളെ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഒരുപാട് നീ ഒന്ന് പോവോ? ഞാൻ അല്ലെങ്കിൽ അവിടെ ചൊറഞ്ഞിരിക്കുകയാണ്. നിന്റെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് നീ പോ. എനിക്കല്ല പ്രശ്നം, നിങ്ങൾക്കാണ്. എനിക്കെന്താ പ്രശ്നം? അങ്കിളിനും അപ്പച്ചിക്കും പ്രശ്നം. അത് നമ്മൾ ഇത്തിരി ചൊറഞ്ഞിരിക്കണം. നീ അറിഞ്ഞായിരിക്കും. ഞാൻ അറിഞ്ഞ്. ഇങ്ങോട്ട് നോക്ക്. അങ്കിളെ, ആ കലിപ്പ് വന്ന് എന്റെ അടുത്ത് തീർത്ത അപ്പച്ചി. എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട പോട്ട്, ഉണ്ണിയെ പോലടുത്ത് ദേഷ്യപ്പെട്ടെന്ന്. എന്റെ അച്ഛൻ്റെ അടുത്ത്? ആ മാറും. എന്റെ അടുത്തുള്ള ചൊറി അവളെ അച്ഛനടുത്ത് കാണിക്കുന്നതിന് ചോദിക്കണമല്ലോ. അയ്യോ അങ്ങനല്ല. ശരിപ്പെടുക്കട്ടു. അങ്കിളെ, അങ്കിളെ എന്തിനാ പോണ്? അങ്കിളെ അതല്ല അങ്കിളെ. അയ്യോ, ഇതിനെക്കാട്ട് വലിയ പ്രശ്നമില്ല. അങ്കിളെ, ഞാൻ ഇപ്പൊ മാമന്റെ ദേഷ്യപ്പെട്ടത്. നീ ഇന്ന് രാവിലെ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലടി. നിനക്കും രാമുനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോണം. അത് ബാക്കിയുള്ളവന്റെ നെഞ്ചത്തല കയറാണ് കേട്ടാ. എന്തൊരു കട്ടത്. എന്തോ നീ എന്റെ അടുത്തുള്ള ചോറി എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി കാണിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് അങ്ങനെ സൗകര്യമുള്ളൂ. എങ്ങനെ സൗകര്യമുള്ളൂ? ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ കൊള്ളാടി നീ. നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തീർത്തോളാം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടാ. ഓ, ഞാൻ ഇടപെടണ്ടേ? അച്ഛൻ ഒരു കാര്യം കേട്ടോ, എന്റെ വായിടത്ത് എങ്ങനെ സംസാരിക്കണം എനിക്കറിയാം. അച്ഛനെ പഠിപ്പിക്കണ്ട. ഓ, അങ്ങനെ തന്നെ. ഇപ്പൊ മാമന് വിഷമമൊന്നുമില്ലല്ലോ. ചേട്ടൻ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ മാമന് ഒരു കുഴപ്പമില്ല. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാമൻ അങ്ങ് ഫീൽ അടിക്കും. അതെന്തോന്ന് അങ്ങനെ? അങ്ങനെ എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു പറയാറിയാം. എന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. ഞാൻ വന്നു കയറിയുള്ളതാണല്ലോ. ഞാൻ മോളല്ലല്ലോ, മരുമോളല്ലേ. മക്കളെ, നീ അത് പറയല്ലേ. നിന്നെ ഞാൻ മോളെ പോലെയാണ് കരുതിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നാ അങ്ങനെ തോന്നിയില്ലേ? അങ്ങനെ തോന്നിയില്ല. നിനക്ക് അങ്ങനെ തോന്നിയില്ലല്ലേ? തോന്നിയില്ല. ഇത്രയും കാലം മോളെ പോലെ കൊണ്ടിരുന്നിട്ട് അവർക്ക് തോന്നിയില്ല. തോന്നണ്ട, ഞാൻ പോയി തോന്നണ്ട. എങ്ങനെ പറ്റണ്ട ഇങ്ങനെ ഇത്ര ക്രൂരാവൻ? ഇങ്ങനെയാണ് പറ്റുന്നത്. അങ്ങനെ അച്ഛനെ കരയിപ്പിച്ചു വിട്ടല്ലേ നീ? എല്ലാം എന്നെ തല കൊണ്ടിരുന്ന ചേട്ടാ. നീ കാണിച്ചോണ്ടി ഇപ്പൊ ചേട്ടക്കാര് വന്ന എന്തിനാ? ഞാൻ കയറി വന്നു എന്തിനാ? പിന്നെ എന്റെ അച്ഛൻ്റെ അടുത്ത് ഒരു അന്യായം കാണിക്കുമ്പോൾ ഞാൻ കയറി വരണ്ടടി. പിന്നെ അയ്യോ അയ്യോ, എനിക്ക് ഒന്നും തോന്നില്ലടി നിനക്ക്? ഇവിടെ സീരിയസ് ആയിട്ട് അടിയടക്കം നീ ഇന്ന് അഭിനയിക്കുന്നു. അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരട്ടെ എന്ന് വിചാരിച്ചു. മോശമായി മോശമായി. എന്ത് മോശം? നീ പോയി കാണിച്ചില്ലേ? അതെ, ഇപ്പൊ ഞാൻ കാണിച്ച മോശം. അപ്പച്ചി, അപ്പു അപ്പു എനി അപ്പു അപ്പു വിഷമിക്കണ്ട. അപ്പച്ചി അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ്. ഇവിടെ ആർക്ക് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. ഓ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണേ? പിന്നെ വർത്താൻ പറ്റി. ഞാൻ എനിക്ക് ഇവിടെ വന്നിരുന്നൂടെ? ഇങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തന്നാ ഞാൻ അതും കഴിച്ചുകൊണ്ട് ഇവിടെ കിടന്നോളാം. ആരെയും ഞാൻ ഉദ്ധരിക്കാൻ പറ്റും. അപ്പു, നീ പോ, ഓടി ഇട്ട് പോ. അപ്പച്ചി, അപ്പച്ചി, എന്തോന്ന് വേണം പെങ്കി? നിനക്ക് എന്നെ വല്ലതും പറയണോ? ഇവനെ പറഞ്ഞിട്ട് പോ. അപ്പച്ചി, അവര് വെറുതെ പറഞ്ഞായിരിക്കുമെന്ന്. ഞാൻ അവർക്ക് വേണ്ടി പറയണ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നെ എന്താണെങ്കിലും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ വല്ലതും പറഞ്ഞാൽ അപ്പൊ അങ്ങ് ഫീൽ അടിക്കും. ഇതൊരു കഷ്ടമാണത്. എന്നെ അവിടെ ആർക്കും വേണ്ടല്ലോ. അല്ലെങ്കിലും അങ്ങനെയൊന്നും പറയാതെ അപ്പച്ചി. നീ പോ പെങ്കി. വിഷമിക്കില്ല ഇങ്ങനെ. ശരി, ഒന്ന് മിണ്ടായി പെങ്കി. നീ ഒന്ന് വെറുതെ വിട്. അപ്പച്ചി,
അങ്കിളെ അങ്കിൾ ഇങ്ങനെ ഇരിക്കല്ലേ. പിന്നെ നീ എങ്ങനെ ഇരിക്കണോടി? അവര് എന്തൊക്കെ വെറുതെ പറഞ്ഞാണ്. ഓ അവര് വെറുതെ പറഞ്ഞാണ്. അവർക്ക് ഞാൻ ഇപ്പൊ വെറുതെ 7-ാം കൂലി, മനസ്സിലായില്ലേ? അങ്ങനെയല്ല അങ്കിളെ, ദേഷ്യം വരുമ്പോ നമ്മൾ ഓരോന്ന് പറയൂലേ. ഓ ദേഷ്യം വരുമ്പോ ഇങ്ങനെയാ പറയണത്? നിന്റെ മുമ്പ് വെച്ചല്ലേ പറഞ്ഞത്? ഞാൻ പോയി ചോദിച്ചപ്പോ അവൾ എന്താ നല്ലത് പറഞ്ഞത്? ഇങ്ങനെ പറ്റുള്ളൂ. അല്ല ഞാൻ എന്താണ് ഞാൻ ചോദിച്ചത്? ഞാൻ അച്ഛനെ സപ്പോർട്ട് പിടിക്കാൻ തന്നെ പോയത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് നീ നിന്റെ ജോലിക്ക് പോടാന്ന്, നീ ഇതിൽ ഇടപെടണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചെന്താണ്? ഞാൻ ഇപ്പൊ അവളെ മുമ്പിലും തെറ്റിയ തന്നെ അച്ഛനെ സപ്പോർട്ട് പിടിക്കാൻ പോയാൽ ഞാൻ മണ്ടനുമായി. അങ്ങനെയൊന്നും ഇല്ല എന്റെ പൊന്നങ്ങൾ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. അങ്ങനെയൊന്നും ഇല്ലെന്നാ നീ ചിന്തിക്കണ്ടെന്നാ. പിന്നെ ആര് ചിന്തിക്കും? നമ്മളെ തറയായിട്ട് കാണുന്നത്. ഇതൊരു ചെറിയ വിഷയല്ലേ, ഓ അങ്ങ് വിട്ടുകളാ. നിനക്കത് ചെറിയ വിഷയമായിരിക്കും, എനിക്ക് അത്ര ചെറിയ വിഷയമായിട്ട് തോന്നുന്നില്ല. എന്തോ ഞങ്ങളെ അപ്പൊ അങ്ങളാണോ കുഴപ്പം? നിന്റെ കണ്ണിൽ ഇപ്പൊ ഞാനാ കുഴപ്പക്കാരെ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. നീ കൂടെ അത് പറയാനുള്ളൂ, അതുകൊണ്ട് ചോദിച്ചത്. അല്ലെ നീ കൂടെ പറഞ്ഞാൽ തീരുമല്ല കോട്ട. അങ്ങളെ നീ പോ പങ്ക പോ. ചുമ്മാ ഞാൻ അവിടെ വല്ല ഇരുന്നോളാം, നീ എണിച്ചു പോ. എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു. ഇപ്പൊ മൂന്ന് വഴിക്കായി. സാധാരണ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോ സോൾവ് ആവുന്നതായിരുന്നു. ഇപ്പൊ സോൾവ് ആവണമില്ല. ഇവര് തമ്മിൽ ഞാൻ എങ്ങനെ ഒന്നിപ്പിക്കും? ഒരു ഐഡിയ ഉണ്ട്. ഹലോ, എടാ ഇവിടെ ഭയങ്കര വഴക്കാണ്ടാ. ഓ എനിക്ക് ആരും ഒരു വിലയും തരണില്ല. എടാ ഇതാണ് പറ്റിയ അവസരം, നമുക്ക് ഇന്ന് തന്നെ പോവാം. ഓ നീ ഒരു വണ്ടി പിടിച്ചിങ് വാ. എടാ ഇന്ന് തന്നെ ഞാൻ വരാടാ, നിനക്കൊരു വിശ്വാസമില്ലേ? നമുക്ക് ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവാം, എന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പോവാം. നീ എപ്പ വരും? നീ ഒരു 5 മിനിറ്റിനുള്ളിൽ വരുമോ? ഓ ഞാൻ ആരും കാണാതെ ബാഗ് എടുത്തോണ്ട് വരാം, എല്ലാ സാധനങ്ങളും എടുക്കാം. ഇല്ല ആരും അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യില്ല. അവര് വഴക്കൊക്കെ കൂടി ഒരു സൈഡിൽ ഇരിപ്പുണ്ടറാ, അതുകൊണ്ട് ഞാൻ പോണതെന്ന് ആരും അറിയില്ല. ശരി, എല്ലാം എടുത്തു വയ്ക്കാം. ഓ പെട്ടെന്ന് വരണേ. ഇനി എനിക്ക് ഇവിടെ നിൽക്കണ്ടറാ, എനിക്ക് ഒരു താല്പര്യമില്ല. ഓ പെട്ടെന്ന് വാ. ശരി ഓക്കെ ബൈ, ലവ് യു. ഓക്കെ പിങ്കി, ഒരു ഇത്രയും പ്രശ്നം നടക്കുമ്പോ നീ ഒളിച്ചോടാനുള്ള പ്ലാൻ ഉണ്ടല്ലേ? ശരിയാക്കി കാണിച്ചു.